കേക്കച്ചന്റെ വേട്ടപ്പട്ടികളും അരമനക്കിങ്ങിണിയും അടൂർ പ്രകാശിനെതിരെ തിരിയുവാൻ കാരണം ഇതാണ്. ദിലീപ് വിഷയത്തിൽ തന്റെ സ്വന്തം നിലപാടറിയിച്ച UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെ കേക്കച്ചന്റെ വേട്ടപ്പട്ടികൾ രംഗത്ത്. ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തി തനിക്ക് പണി കിട്ടുവാൻ സാധ്യതയുള്ളിടത്തൊന്നും കയറി അഭിപ്രായം പറഞ്ഞ് പണി മേടിക്കരുതെന്ന് PR ഏജൻസികൾ കേക്കച്ചന് നിർദ്ദേശം കൊടുത്തതിനാലാണ് ഇപ്പോൾ തന്റെ അഭിപ്രായം വേട്ടപ്പട്ടികൾ വഴി അറിയിക്കുന്നത്. അവന്മാർ കിടന്ന് കുരയ്ക്കുമ്പോൾ നാട്ടുകാരുടെ ഏറെ അവന്മാർക്കിട്ട് കിട്ടിക്കൊള്ളും. അതാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. രാഹുൽ വിഷയത്തിൽ തുടക്കം മുതൽ രാഹുലിന് മാനുഷിക പരിഗണന നൽകിയുള്ള ഒരു നിലപാടായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശ് എടുത്തിരുന്നത്. അന്നു മുതൽ അടൂരിനെതിരെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു കേക്കച്ചനും സംഘവും. ദിലീപ് വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം വീണ് കിട്ടിയത് അങ്ങനെ ഒരു അവസരത്തിലാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയത്തെ ഏറ്റുപിടിച്ചാൽ പാർട്ടിക്കിട്ട് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടും അതെല്ലാം മറന്ന് ഈ വേട്ടപ്പട്ടികൾ ഓരിയിടുന്നത് കേക്കച്ചന് വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്രകാരം കേക്കച്ചന് വേണ്ടി ഓരിയിട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു എല്ലിൻ കഷ്ണം കിട്ടുമെന്ന് ഇവന്മാർ കരുതുന്നു. രാഹുലിനെതിരെ നാവാട്ടവുമായി ഇറങ്ങിയ ആ രണ്ട് ശൂനകന്മാർ തന്നെയാണ് ഇപ്പോഴും ഇറങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ്. അഭിപ്രായ പ്രകടനം നടത്തിയ UDF കൺവീനർക്കെതിരെ പാർലമെന്ററി പാർട്ടിയിലോ UDFിലോ യാതൊരു സ്ഥാനമാനങ്ങളുമില്ലാത്ത ആ രണ്ട് കാവറുകൾ നിന്ന് അഭിപ്രായം നടത്തുന്നത് കാണുക. ആരുടെ ബലത്തിൽ? നെട്ടൂർ കേക്കച്ചന്റെ ബലത്തിൽ. ആദ്യം മഞ്ചേരിയിൽ ഉടുമുണ്ടില്ലാതെ പിടിക്കപ്പെട്ട പെണ്ണിത്താന്റെ നാവാട്ടം. ഈ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടവരോട് രേഖപ്പെടുത്താം. അല്ല, ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 5 ജില്ലയിലെ വോട്ടർമാർ, 7 ജില്ലയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും BJPക്കെതിരെയും വോട്ട് ചെയ്യാനായി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചതും ഉത്തരം പറഞ്ഞതും. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ 2 അഭിപ്രായമില്ല. കാരണം ഒറ്റ അഭിപ്രായമുള്ളൂ. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും UDFിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ശ്രീ VD സതീശനും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്തിമമായ ഒരു വിധി വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, 6 പേരാണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ശിക്ഷാവിധി രേഖപ്പെടുത്താനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മുകളിലോട്ട് കോടതികളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ 6 പേരെക്കുറിച്ച് കോടതി പറഞ്ഞതിൽ നിന്ന് ഈ 6 പേർക്കും അതിജീവിതയുമായി യാതൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ മുൻപ് വല്ല വിരോധമോ ഉണ്ടെന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു കോൺസ്പിറസി ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ കേസിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നതായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പൊതുജന സമൂഹം അതിജീവിതമാരോടൊപ്പമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർ ഒരിക്കലും വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടവരോട് രേഖപ്പെടുത്താം. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇരിക്കുന്നവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെടും. ഇത് മുന്നണിയുടെ അഭിപ്രായമാണോ പാർട്ടിയുടെ അഭിപ്രായമാണോ? ഇത് മുന്നണിയുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിക്കും മുന്നണിക്കും ഒരൊറ്റ അഭിപ്രായമാണുള്ളത്, ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്. അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അവരിരിക്കുന്ന ആ പദവിക്ക് പോലും ക്ഷീണമാണ് എന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ഒരു പദവിയിലാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായ അഭിപ്രായം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാര്യം അദ്ദേഹം അത് തിരുത്തി പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തി പറയണം. ഇല്ലെങ്കിൽ ആ പാർട്ടിക്കും മുന്നണിക്കും അപമതിപ്പുണ്ടാകും,
ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ജനങ്ങൾക്കൊരിക്കലും തെറ്റിദ്ധാരണ കൊടുക്കാൻ പാടില്ല. കാരണം അവർ ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്കെതിരെ, BJPക്കെതിരെ. ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. 11-ാം തീയതി മലബാർ ജില്ലകളിലെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. ആ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന അവസരത്തിൽ ഇത്തരം അപക്വമായ പ്രസ്താവനകൾ ഒരിക്കലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരാണ് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. UDFൻ്റെ കൺവീനർ എന്ന് പറയുന്ന അത്യുന്നതമായ ഒരു പദവിയാണ്. ആ അത്യുന്നതമായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന ഒരിക്കലും അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. ഞാൻ അതിശക്തമായി പറയുക, അതൊന്നും ഒരിക്കലും ബാധിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ദുർവ്യാഖ്യാനങ്ങൾ വരും. അതൊന്നും മുന്നണിയെ ബാധിക്കില്ല. ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങൾ തിരുവനന്തപുരത്തെ പോളിംഗ് കണ്ടില്ലേ? പോളിംഗ് വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ മുൻകൂട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UDFന് അനുകൂലമാണ്. അതിപ്പോൾ ഞാൻ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. 13-ാം തീയതി കഴിയുമ്പോൾ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത്. ഇനി രാമനിലയത്തിലെ ആ പഴയ ഞരമ്പ് രോഗി കിങ്ങിണിക്കുട്ടൻ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടി നിലപാട് വിധി വന്ന ഉടൻ തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച നയം വ്യക്തമാക്കി. ആ നയത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ വന്നത്, അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഇന്നലത്തെ ദിവസം കാലത്ത് പോളിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാളോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി സമൂഹത്തിൽ. അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനൊരു ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി പോയി. പക്ഷേ എങ്കിലും അതൊന്നും ഇലക്ഷനെ ബാധിക്കില്ല. കാരണം ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയവരൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നീങ്ങിയത്. അതിനെ കവർ ചെയ്യാനുള്ള ഒരു അഭിപ്രായമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വ്യക്തിയുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ജനം കണക്കിലെടുക്കൂ. പക്ഷേ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. അല്ല, ഞാൻ പറയാം, UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു പ്രധാന ജോലിയാണ് കൺവീനർക്കുള്ളത്. പാർട്ടി കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട KPC പ്രസിഡൻറ്റിനെയാണ്. ആ അവകാശം മറ്റാർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് വളരെ കൃത്യമായി ഈ കോർട്ടിൻ്റെ തീരുമാനം വന്നപ്പോൾ തന്നെ പാർട്ടി നയം അധികം വ്യക്തമാക്കി. അതാണ് പാർട്ടി നയം. ഇനി KPCC അധ്യക്ഷന്റെ സ്ഥാനത്തിരിക്കുന്ന യാതൊരു ഗുണവും മണവുമില്ലാത്ത അരമന കിങ്ങിണി. എന്താണ് ഈ അടൂർ പ്രകാശ് ഇങ്ങനെ നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും സമാനമായ നിലപാടാണ് ചെയ്തത്? ഈ പീഡകർക്കൊപ്പമാണോ UDFിന്റെ കൺവീനർ? അല്ല, അദ്ദേഹം ആ വിധിയെ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹവുമായിട്ട് തന്നെ ചോദിക്കണം. അല്ല, അദ്ദേഹം ഇത് ദിലീപിനൊപ്പം എന്ന് പറയാൻ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോകണം. ഒരു കാര്യം കൂടി പറയുന്നു. ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത, സർക്കാർ അപ്പീൽ മാത്രം പോരാ, അതിജീവിതയുടെ പേഴ്സണൽ അപ്പീലും കൂടെ വേണം. സർക്കാരിൻ്റെ പോരായ്മകൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാ വസ്തുതകളും ആർഗ്യൂ ചെയ്ത് കോടതി മുമ്പാകെ ബോധ്യപ്പെടാൻ സർക്കാർ അപ്പീലിനോടൊപ്പം തന്നെ അതിജീവിത ഇൻഡിവിജ്വലി ഒരു അപ്പീൽ കൂടി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അപ്പീൽ പോകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണെന്നാണ് അടൂർ പ്രകാശ് രാവിലെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പ്രധാനപ്പെട്ട ഒരു ഫേസ് നിൽക്കുമ്പോഴാണ് UDF കൺവീനർ എത്ര മുതിർന്ന നേതാവ് ഒരു വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. KPCC അത് അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ അടൂർ പ്രകാശിന്റെ ആ അഭിപ്രായ പ്രകടനം വിവാദമാക്കിയത് ഇവന്മാർ മൂന്നും കൂടി മത്സരിച്ചാണ്. കേക്കച്ചന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവന്മാർ ഈ പണി നടത്തിയതെന്ന് വ്യക്തം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേക്കച്ചൻ പിണറായിയുടെ ഏജന്റാണ്, പിണറായിക്ക് തുടർഭരണം കൊടുക്കുവാനുള്ള കേക്കച്ചന്റെ പരിപാടികളാണ് ഇതൊക്കെയെന്ന്. അല്ലെങ്കിൽ വഴിയെ പറന്നു പോകുന്ന വെട്ടുക്കിളിയെ പിടിച്ച് വേണ്ടാത്തിടത്ത് വെക്കുമോ, എന്നിട്ട് കടി കിട്ടിയേ എന്ന് നിലവിളിക്കുമോ?
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.